ലൂസിഫർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നടങ്കം. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് ഇന്ന് നടന്നു. ഒരു കട്ടുമില്ലാതെ യു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നതും. ഇത് ഏറെ പ്രതീക്ഷയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നതും. മുരളി ഗോപി തിരക്കഥയൊരുക്കുന്ന ചിത്രം 28-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. ഒരു വമ്പൻ താരനിര ചിത്രത്തിൽ എത്തുന്നുണ്ട്. എന്നാലിപ്പോൾ ന്യൂസിൽ ഇടം പിടിക്കുന്നത് സെൻസറിംഗിന് മുമ്പ് പൃഥ്വിരാജ് വീട്ടിലെത്തി അച്ഛന്റെ അനുഗ്രഹം മേടിച്ച വാർത്തയാണ്. ലൂസിഫർ എന്ന സിനിമയുടെ സെൻസറിംഗിന് തലേ രാത്രി പൃഥ്വിരാജ് അമ്മയെ കാണാനെത്തി. അച്ഛന്റെ സാന്നിധ്യത്തിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ. അച്ഛന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു രാജുവിന്റെ ലൂസിഫർ. നടൻ സുകുമാരന്റെ സ്വപ്നമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത്. പ്രാരംഭ നടപടികൾ തുടങ്ങിയതുമാണ്. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. ആഗ്രഹം പൂർത്തീകരിക്കാനാകാതെ ദൈവം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. തന്റെ ആഗ്രഹം സബലീകരിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ തിരക്കിനിടയിൽ ഓടിയെത്തിയ മകനെ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയും മകനും നിൽക്കുന്ന ചിത്രവും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷം സെൻസറിംഗ് കഴിഞ്ഞ് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചതും. കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ പ്രചരണാർത്ഥം മോഹൻലാൽ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് തന്നെ ലൈവിൽ പലയിടങ്ങളിൽ നിന്നായി ലൂസിഫറിന്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചവർക്കും ലൈവിൽ പങ്കുകൊള്ളുവാൻ ആയി. അത്തരത്തിൽ ചിത്രം നിർമ്മിച്ച ആന്റണി പെരുമ്പാവൂരും ലൈവിൽ എത്തിയിരുന്നു. ലൈവിൽ അദ്ദേഹം ചിത്രത്തിന്റെ റിലീസ് സംബന്ധമായ കാര്യങ്ങൾ പങ്കുവച്ചു. ഏറെ പ്രതീക്ഷയോടെയാണ് ലൂസിഫർ കാത്തിരിക്കുന്നത്. 1500-ന് മുകളിൽ സ്ക്രീനുകളിൽ ചിത്രം എത്തും. തമിഴ്, തെലുങ്ക് ഭാഷകളിലും ചിത്രം മൊഴിമാറ്റിയെത്തും എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. അടുത്ത ചിത്രം ഇട്ടിമാണി അടുത്ത മാസം മുതൽ ഷൂട്ട് തുടങ്ങുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ താരനിര ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മഞ്ജു വാര്യർ നായികയാവുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ്, വിവേക് ഒബറോയി, ഇന്ദ്രജിത്ത് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. അതിന്റെ പല വിശേഷങ്ങളും ലൈവിൽ പറയുകയുമുണ്ടായി. നടൻ സൂര്യയും ലൈവിൽ എത്തിയിരുന്നു. കാപ്പാൻ എന്ന തമിഴ് ചിത്രത്തിന്റെ വിശേഷങ്ങളായിരുന്നു ഇരുവർക്കും പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. എന്തായാലും ലൈവ് കഴിഞ്ഞ ദിവസം വളരെ വൈറലാകുകയും ചെയ്തു.